ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGSന് ശ്രമിക്കുന്ന എല്ലാവർക്കും ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് എപ്പോൾ? 1858 ജൂലൈ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് എപ്പോൾ? 1858 ജൂലൈ. ഇക്കൂട്ടത്തിൽ രാജാറാം മോഹൻ റായുമായി ബന്ധമില്ലാത്തത് ഏത്? ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. ഇക്കൂട്ടത്തിൽ രാജാറാം മോഹൻ റായുമായി ബന്ധമില്ലാത്തത് ഏത്? ഹിന്ദുവും മുസ്ലിമും ഇന്ത്യയുടെ രണ്ട് കണ്ണുകളാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്ന് വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമ്പന്ന വിഭാഗങ്ങളുടെ സംഘടന എന്നു വിശേഷിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്നു ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇതൊരു ക്രൂരമായ തെറ്റാണ് എന്നു ബംഗാൾ വിഭജനത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അവസാന ഗവർണർ ജനറലും ആദ്യ വൈസ്രോയും ആരായിരുന്നു? കാനിങ് പ്രഭു. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം? 1971. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച വർഷം? 1971. ഇക്കൂട്ടത്തിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതേത്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ സമയത്തെ പഞ്ചവത്സര പദ്ധതി. ഇക്കൂട്ടത്തിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതേത്? ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ സമയത്തെ പഞ്ചവത്സര പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാര്? ജഗ്ജീവൻ റാം. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതാര്? ജഗ്ജീവൻ റാം. ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാല സ്ഥാപിച്ചതെവിടെ? ബാംഗ്ലൂരു. ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാല സ്ഥാപിച്ചതെവിടെ? ബാംഗ്ലൂരു. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്? സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തൽ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ലക്ഷ്യമിടുന്നത്? സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം ഉയർത്തൽ. ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം? ജീവകം കെ. ചെറുകുടലിൽ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം? ജീവകം കെ. കോളറ വാക്സിൻ കണ്ടുപിടിച്ചതാര്? ലൂയി പാസ്റ്റർ. കോളറ വാക്സിൻ കണ്ടുപിടിച്ചതാര്? ലൂയി പാസ്റ്റർ. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി?
സുകൃതം. മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആശുപത്രികളിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ക്യാൻസർ ചികിത്സ സൗജന്യമാക്കുന്ന പദ്ധതി. സുകൃതം. US-ൽ DDT നിരോധിച്ച വർഷം 1972. US-ൽ DDT നിരോധിച്ച വർഷം 1972. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം. ഫ്രീനോളജി. തലച്ചോറിനെക്കുറിച്ചുള്ള പഠനം. ഫ്രീനോളജി. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. കേരള കൃഷി വകുപ്പിനു കീഴിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക. കേരള കർഷകൻ. കേരള കൃഷി വകുപ്പിനു കീഴിലെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ പ്രസിദ്ധീകരിക്കുന്ന കാർഷിക മാസിക. കേരള കർഷകൻ. കേരള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. കേരള റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. ഹസാരിബാഗ് നാഷണൽ പാർക്ക് എവിടെയാണ്? ജാർഖണ്ഡ്. ഹസാരിബാഗ് നാഷണൽ പാർക്ക് എവിടെയാണ്? ജാർഖണ്ഡ്. ആഗോളതാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ 2009 ഡിസംബറിൽ നടത്തിയ ഉച്ചകോടി. കോപ്പൻഹേഗൻ ഉച്ചകോടി. ആഗോളതാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ 2009 ഡിസംബറിൽ നടത്തിയ ഉച്ചകോടി. കോപ്പൻഹേഗൻ ഉച്ചകോടി. ഏറ്റവും കുറച്ച് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഹരിയാന. ഏറ്റവും കുറച്ച് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം. ഹരിയാന. ഏതു കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് തിലോത്തമ? എള്ള്. ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് തിലോത്തമ? എള്ള്. ബാക്ടീരിയ കാരണമാകാത്ത രോഗം. ഇൻഫ്ലുവൻസ. ബാക്ടീരിയ കാരണമാകാത്ത രോഗം. ഇൻഫ്ലുവൻസ. കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ക്രെട്ടിനിസം. കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം. ക്രെട്ടിനിസം. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. മീറ്റർ. നീളത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ്. മീറ്റർ. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം. 2.42. വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.42. കടൽപ്പായലുകളിൽ സമൃദ്ധിയായി കാണപ്പെടുന്ന മൂലകം. അയഡിൻ. കടൽപ്പായലുകളിൽ സമൃദ്ധമായി കാണുന്ന മൂലകം. അയഡിൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എഡ്വേർഡ് ടെല്ലർ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. എഡ്വേർഡ് ടെല്ലർ. ആവർത്തന പട്ടികയിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ആവർത്തന പട്ടികയിൽ രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു.
ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. ഭാഗം 3. ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. ഭാഗം 3. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ബി.ആർ. അംബേദ്കർ. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആണ്. ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര്? ബി.ആർ. അംബേദ്കർ. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 63. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അനുച്ഛേദം 63. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുന്നു? 3 രീതിയിൽ. ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് എത്ര രീതിയിൽ പൗരത്വം നഷ്ടപ്പെടുന്നു? 3 രീതിയിൽ. മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ട രാജ്യം. US. മൗലികാവകാശം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ട രാജ്യം. US. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര. കുളു. ദൈവത്തിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര. കുളു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി. സിന്ധു. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി. സിന്ധു. 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ടൗട്ടെ. 2021 മെയ്യിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. ടൗട്ടെ. പച്മടി വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. പച്മടി വന്യജീവി സങ്കേതം ഏതു സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. തീൻബേഗ കോറിഡോർ. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ. തീൻബേഗ കോറിഡോർ. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാവുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ ലഭ്യമാവുന്ന മഴ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. കേരളത്തിൽ ലക്ഷ്യം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി? എം.എൻ. ഗോവിന്ദൻ നായർ. കേരളത്തിൽ ലക്ഷ്യം വീട് പദ്ധതി നടപ്പാക്കിയ മന്ത്രി? എം.എൻ. ഗോവിന്ദൻ നായർ. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? 27. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം? 27. പി.ടി. ഉഷയ്ക്കു നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? ലോസ് ആഞ്ചൽസ്. പി.ടി. ഉഷയ്ക്കു നേരിയ വ്യത്യാസത്തിൽ വെങ്കലം നഷ്ടപ്പെട്ട ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? ലോസ് ആഞ്ചൽസ്. മദർ തെരേസ വെള്ളംകളി നടക്കുന്ന നദി? അച്ചൻ കോവിലാർ.
മദർ തെരേസ വെള്ളംകളി നടക്കുന്ന നദി. അച്ചൻ കോവിലാർ. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപക ശേഷി 350 മെഗാവാട്ട്. കായംകുളം താപവൈദ്യുത നിലയത്തിൻ്റെ സ്ഥാപക ശേഷി 350 മെഗാവാട്ട്. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം. കരിമ്പുഴ വന്യജീവി സങ്കേതം ഏതു ജില്ലയിലാണ്? മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? പാമ്പാടും ചോല. മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക അറിയപ്പെടുന്നത്? മത്സ്യഫെഡിൻ്റെ വാർത്താപത്രിക അറിയപ്പെടുന്നത്? മത്സ്യ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത? അക്കമ്മ ചെറിയാൻ. ഒരു മിനിറ്റ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായ ആദ്യത്തെ വനിത? അക്കമ്മ ചെറിയാൻ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിനു വേദിയായ സ്ഥലം? വെങ്ങാനൂര്. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിനു വേദിയായ സ്ഥലം? വെങ്ങാനൂര്. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദൻ. സമരം തന്നെ ജീവിതം ആരുടെ ആത്മകഥയാണ്? VS അച്യുതാനന്ദൻ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം? 1929. പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറിനാൻ നേരിനെ കാട്ടാം. പ്രശസ്തമായ ഈ വരികളുടെ കർത്താവ്? വൈലോപ്പിള്ളി. പുഞ്ചിരിഹ കുലീനമാം കള്ളം നെഞ്ചു കീറിനാൻ നേരിനെ കാട്ടാം. പ്രശസ്തമായ ഈ വരികളുടെ കർത്താവ്? വൈലോപ്പിള്ളി. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകളുടെ എണ്ണം? 24. ഹസ്തലക്ഷണ ദീപികയിൽ വിവരിച്ചിരിക്കുന്ന മുദ്രകളുടെ എണ്ണം? 24. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏതു മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏതു മേഖലയിൽ പ്രശസ്തയാണ്? മോഹിനിയാട്ടം. കേരളത്തിൽ ആദ്യം ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി? C. അച്യുതമേനോൻ. കേരളത്തിൽ ആദ്യം ഡയസ് നോൺ നിയമം കൊണ്ടുവന്ന മുഖ്യമന്ത്രി? C. അച്യുതമേനോൻ. ബാസ്കറ്റ്ബോൾ ടീമിലെ അംഗങ്ങളുടെ എണ്ണം? 5. ബാസ്കറ്റ്ബോൾ ടീമിലെ അംഗങ്ങളുടെ എണ്ണം? 5. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ എത്ര വിദേശ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് നിരോധിച്ചത്? 101. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ എത്ര വിദേശ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് നിരോധിച്ചത്? 101.
ഇന്ത്യയിൽ പൗരന്മാരുടെ ആരോഗ്യനില കണക്കിലെടുത്ത് ഹെൽത്ത് രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കർണാടക. ഇന്ത്യയിൽ പൗരന്മാരുടെ ആരോഗ്യനില കണക്കിലെടുത്ത് ഹെൽത്ത് രജിസ്റ്റർ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം കർണാടക. ഏതു രാജ്യത്തു നിന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് അടുത്തിടെ ഇന്ത്യ നിരോധിച്ചത്? ചൈന. ഏതു രാജ്യത്തു നിന്നുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളാണ് അടുത്തിടെ ഇന്ത്യ നിരോധിച്ചത്? ചൈന. 2020 6ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ ജൂറി ചോയ്സ് അവാർഡ് നേടിയ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. 2020 6ാമത് ഡിജിറ്റൽ ഇന്ത്യ അവാർഡിൽ ജൂറി ചോയ്സ് അവാർഡ് നേടിയ ആപ്ലിക്കേഷൻ ആരോഗ്യ സേതു. 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ്? വയലാർ രാമവർമ്മ. 2020 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്ത ചന്ദ്രകളഭം ആരുടെ സ്മാരകമാണ്? വയലാർ രാമവർമ്മ. 2019 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളം കളിയായിരുന്നു? 67. 2019 നടന്ന നെഹ്റു ട്രോഫി വള്ളംകളി എത്രാമത്തെ നെഹ്റു ട്രോഫി വള്ളം കളിയായിരുന്നു? 67. 2020 സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച കീർത്തിചക്ര പുരസ്കാരം മരണാനന്തരം ലഭിച്ചതാർക്ക്? അബ്ദുൾ റഷീദ് ഗലാസ്. 2020 സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ച കീർത്തിചക്ര പുരസ്കാരം മരണാനന്തരം ലഭിച്ചതാർക്ക്? അബ്ദുൾ റഷീദ് ഗലാസ്. 2020 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനവുമായി ബന്ധമില്ലാത്തത് ആര്? പോൾ ആർ മിൽഗ്രാം. 2020 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനവുമായി ബന്ധമില്ലാത്തത് ആര്? പോൾ ആർ മിൽഗ്രാം. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? പോൾ സക്രിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്? പോൾ സക്രിയ. അടുത്തിടെ കവി അയ്യപ്പ പണിക്കരുടെ സ്മരണാർത്ഥം വിദേശ ഭാഷാ സെൻ്ററും സുഗതകുമാരിയുടെ പേരിൽ സ്മൃതിവനവും സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? കാര്യവട്ടം ക്യാമ്പസ്. അടുത്തിടെ കവി അയ്യപ്പ പണിക്കരുടെ സ്മരണാർത്ഥം വിദേശ ഭാഷാ സെൻ്ററും സുഗതകുമാരിയുടെ പേരിൽ സ്മൃതിവനവും സ്ഥാപിക്കാൻ തീരുമാനിച്ചത് എവിടെയാണ്? കാര്യവട്ടം ക്യാമ്പസ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ? ഇംഗ്ലണ്ട്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കൾ? ഇംഗ്ലണ്ട്. ICCയുടെ പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സ്. ICCയുടെ പുതിയ നിയമപ്രകാരം രാജ്യാന്തര ക്രിക്കറ്റ് കളിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 15 വയസ്സ്. 2020 നടക്കേണ്ടിയിരുന്ന എത്രാമത്തെ ഒളിമ്പിക്സാണ് 2021 മാറ്റിയത്? 32ാമത്തെ. 2020 നടക്കേണ്ടിയിരുന്ന എത്രാമത്തെ ഒളിമ്പിക്സാണ് 2021 മാറ്റിയത്? 32ാമത്തെ. സ്പെഷ്യൽ മാരേജ് നിയമപ്രകാരം വിവാഹിതരാകുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ 30 ദിവസം മുൻപ് പരസ്യപ്പെടുത്തുന്നത് നിർബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി? അലഹബാദ് ഹൈക്കോടതി. സ്പെഷ്യൽ മാരേജ് നിയമപ്രകാരം വിവാഹിതരാകുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ
30 ദിവസം മുൻപ് പരസ്യപ്പെടുത്തുന്നതു നിർബന്ധമില്ലെന്നു പ്രഖ്യാപിച്ച ഹൈക്കോടതി. അലഹബാദ് ഹൈക്കോടതി. ലോക്സഭയിൽ അടുത്തിടെ ആരംഭിച്ച ഭാഷാ പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിദേശ ഭാഷ താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? ഫ്രഞ്ച്. ലോക്സഭയിൽ അടുത്തിടെ ആരംഭിച്ച ഭാഷാ പഠന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിദേശ ഭാഷ താഴെ തന്നിരിക്കുന്നതിൽ ഏത്? ഫ്രഞ്ച്. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഏതു ജില്ലയിലാണ്? ആലപ്പുഴ. ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ഏതു ജില്ലയിലാണ്? ആലപ്പുഴ. 2020 ഏപ്രിലിൽ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായതാര്? കപിൽ ദേവ് ത്രിപാഠി. 2020 ഏപ്രിലിൽ രാഷ്ട്രപതിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായതാര്? കപിൽ ദേവ് ത്രിപാഠി. നിലവിലെ കേരള മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആര്? ആന്റണി രാജു. നിലവിലെ കേരള മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആര്? ആന്റണി രാജു. ലോകത്ത് ഏറ്റവുമധികം വിദേശ നാണ്യ കരുതൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നത് ഏതു രാജ്യത്തെ പിന്തള്ളിയാണ്? റഷ്യ. ലോകത്ത് ഏറ്റവുമധികം വിദേശ നാണ്യ കരുതൽ ശേഖരമുള്ള രാജ്യങ്ങളിൽ 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യ ഉയർന്നത് ഏതു രാജ്യത്തെ പിന്തള്ളിയാണ്? റഷ്യ. പച്ചക്കറിക്കു തറവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം? കേരളം. പച്ചക്കറിക്കു തറവില പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം? കേരളം. ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം? പശ്ചിമഘട്ടം. ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിന് ഉദാഹരണം? പശ്ചിമഘട്ടം. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം? കുട്ടനാട്. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം? കുട്ടനാട്. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.